ഒരു ദിവസം മീൻ കിട്ടിയില്ലെങ്കിലും വെജ് കഴിക്കുന്നവർക്കും ഒക്കെ ചോറിന് കൂട്ടാൻ പറ്റിയൊരു ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതൊന്ന് കാണാം. ഇങ്ങനെ വയറ് വലുപ്പത്തിനനുസരിച്ച് കഷ്ണാക്കി മുറിക്കുക. പിന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത്രയും കനം വേണം. ഈ കനത്തിൽ നമുക്ക് ഓരോരോ കായും അങ്ങനെ മുറിച്ചെടുക്കാം. ഇതിൻ്റെ തോല് പോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, പോക്കിയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എല്ലാം ഇതുപോലെ ഞാൻ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇത്. കാശ്മീരി മുളകാണെങ്കിൽ കുറച്ച് കൂടുതൽ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മതി. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം നോക്കിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചതല്ലേ, വെള്ളം നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് തളിച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ട് പുരട്ടി വെക്കുക. മസാലയും ഉപ്പും ഒക്കെ പിടിക്കട്ടെ. കുറച്ച് നേരം നമുക്ക് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റോളായി ഞാനിത് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അടുപ്പ് തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കൊടുത്തതാണ്. നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് വറുത്തെടുത്താൽ മതി. ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അധികം വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വെന്തിട്ട് നമുക്ക് ഇപ്പോൾ ആകായിട്ടുണ്ട്. വെന്തിട്ട് അധികം വേവൊന്നും ഉണ്ടാവില്ല. ഇതിന് വേവ കുറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കായ വറുത്തത് നല്ല ഞാൻ പറയുന്നത് പച്ചക്കായ മീൻ പൊരിച്ചതാണ്. അപ്പോൾ ചോറിന് കൂട്ടാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റതാണ്. ഓരോന്ന് ഒക്കെ നമുക്കിത് ബാക്കിയും കൂടെ ഇങ്ങനെ മുഴുവനായിട്ട് വറുത്ത് പോരാം. നമ്മുടെ പച്ചക്കായ വറുത്തത് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ വീഡിയോൻ്റെ തുടക്കത്തിൽ, അതുപോലെ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് 2 കായ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചോറിന് കൂട്ടലാണ്. പിന്നെ വേണമെങ്കിൽ വൈകുന്നേരം ഒരു കട്ടൻ ചായൻ്റെ കൂടെ കൂട്ടാൻ നല്ലൊരു ഐറ്റം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.